കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 24:13 മുതലുള്ള തിരുവചന ഭാഗം. യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവതരായിരുന്നു. അവരിൽ ക്ലെയോപ്പാസ് എന്ന് പേരുള്ളവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്നുവല്ലോ. അവർ എഴുതിയിരിക്കുന്നതെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമിയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായി നമ്മൾ ക്രിസ്തുവുമായിട്ട് നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 4-5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ക്രിസ്ത്യാനിക്ക് സമ്പത്ത് എന്ന് പറയുന്നത് ലൗകിക സമ്പത്ത് മാത്രമല്ല. അത് സമ്പത്തിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും താഴെ നിൽക്കേണ്ട കാര്യം. ഇത് ഏറ്റവും ഉയർത്തിപ്പിടിച്ച് അത് തലേ ചുമന്നുകൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനികളെ നമ്മൾ കണ്ടെന്നത്. ആകപ്പാടെയുള്ള ചിന്ത പണം ഉണ്ടാകണം, ധനികനാകണം, ഇഷ്ടം പോലെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പണം ഉണ്ടാകണം. ഈ ഏക ചിന്തയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാകില്ല. കാരണം നമുക്ക് കാണാൻ സാധിക്കും, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടോ, പത്രോസ് പറഞ്ഞൊരു കാര്യം, സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ പക്കലില്ല, പക്ഷേ ഞങ്ങളുടെ പക്കൽ ഒന്നുണ്ട്, അതാണ്
നസ്രായനായ യേശുവിൻ്റെ നാമം. നമുക്ക് കാണാൻ സാധിക്കും, വേണേ 4, 5, 8 വർഷമൊക്കെ പഠിച്ച ഡോക്ടർമാർ നിരൂപിച്ച ഈ ഒരു കാര്യം നടന്നു വരുമോ? അവനെ എഴുന്നേറ്റ് നിൽക്കാനൊന്ന് കൽപ്പിച്ചു, അവൻ എഴുന്നേറ്റ് നിന്നു, തുള്ളിച്ചാടി സന്തോഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർമാർ പരിശോധിച്ച് മരുന്ന് തന്നേക്കാം, ഒരുപക്ഷെ സുഖപ്പെട്ടേക്കാം, സുഖപ്പെടാതെയും പോയെന്ന് വന്നേക്കാം. ഇവിടെ നമ്മൾ കാണുകയാണ് ഒരു നാമം. പറയുണ്ട്, ഇവിടെ വിദ്യാഭ്യാസത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ്, ലൗകിക സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ് യേശുവിൻ്റെ നാമം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുക. സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ മറ്റ് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ ആഗ്രഹിക്കണം. ഒന്നാമത്തേത്, ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെ കാണാൻ പറ്റും എന്നുള്ളത് ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന് 5 മുതൽ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മോശ ദൈവത്തെ കാണുന്ന രംഗം. തൻ്റെ മുമ്പിലൂടെ കടന്നുപോയ ദൈവത്തെ കാണുന്ന മോശ കണ്ടതുകൊണ്ട് അവൻ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ദൈവത്തെ നമുക്ക് കേൾക്കാനും പറ്റും. കാണാൻ മാത്രമല്ല, കേൾക്കാനും പറ്റും. ചിലർ കണ്ടവരുണ്ട്, ചിലർ കേട്ടവരുണ്ട്, ചിലർ കാണുകയും കേൾക്കുകയും ചെയ്തവരുണ്ട്. പുറപ്പാട് 34 നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്വരവും കേട്ടവനാണ് മോശ. അതുപോലെ തന്നെ യെശയ്യാ 30, 20, 21 വചനങ്ങൾ എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. കഷ്ടതയുടെ നടുവിലും ദൈവത്തെ കാണാൻ പറ്റുന്നവര് കഷ്ടതയെക്കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെടുന്നതിനേക്കാൾ, പ്രതികരിക്കുന്നതിനേക്കാൾ ദൈവത്തെ കണ്ടതിൻ്റെ ആനന്ദത്തിൽ അവർ ജീവിക്കും. അതാണ് നമുക്ക് വേണ്ടത്. ഈ ദൈവത്തെ കണ്ടതിൻ്റെ, ദൈവത്തെ കേട്ടതിൻ്റെ ഒരു പിൻബലമുള്ളവരായിരിക്കണം ദൈവമക്കൾ. നമ്മൾ കാണുകയാണ്, ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതിൽ ദൈവത്തിൻ്റെ സ്വരം നീ കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇതിന് ഒരു പരിശ്രമം നടത്താത്തതാണ് ഇന്ന് ഒത്തിരി പേരുടെ പ്രശ്നം. ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, പക്ഷെ ആ ദൈവത്തെ കേൾക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചിട്ട് ദൈവത്തെ കാണണം, ദൈവത്തെ കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടെന്ന് പോലും വരില്ല. യോഹന്നാൻ 9:31 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. പറയുണ്ട്, ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നും വരേണ്ട കാര്യം എന്താണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമതൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ദൈവത്തെ നമുക്ക് രുചിച്ചറിയാൻ പറ്റും. ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. കർത്താവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ട് നടന്നാൽ പോരാ, പറഞ്ഞു നടന്നാലും പോരാ, ആ ദൈവത്തെ നമ്മൾ അനുഭവിച്ചവരായി മാറണം. നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തെ അനുഭവിക്കാത്തവര് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും മറ്റ് പല കാര്യത്തിലും അതിൻ്റെ വെളിച്ചത്തിൽ അവർ ജീവിക്കും എന്ന് പറഞ്ഞാൽ അനുഭവമില്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ. പക്ഷെ നമ്മളങ്ങനെ ആകരുത്. നമ്മൾ ദൈവത്തെ അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കണം. മറ്റുള്ളവരെങ്ങനെയാണെങ്കിലും, അവരുടെ ചിന്താഗതി എന്താണെങ്കിലും, സംസാരം എങ്ങനെയാണെങ്കിലും, പെരുമാറ്റം എങ്ങനെയാണെങ്കിലും എനിക്ക് ദൈവത്തെ അനുഭവിച്ച വ്യക്തിയെ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റണം. അതായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്നും നമ്മൾ എടുക്കുന്ന തീരുമാനം. സങ്കീർത്തനം 34:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുക. കേട്ടാൽ പോരാ, പറഞ്ഞു നടന്നാൽ പോരാ, ദൈവത്തെ നമ്മൾ രുചിച്ചറിയണം, അനുഭവിച്ചറിഞ്ഞവരായിട്ട് നമ്മൾ മാറണം. അവസാനത്തെ കാര്യം, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ചെന്ന് ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വചനത്തിൽ ഇത് നമ്മൾ കാണുന്നു. ദൈവത്തെ തേടിപ്പോയ അവരോട്, ഗുരു നീ എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, വന്ന് കാണുക. ഇനി അവർ ചെന്നു, കാണുക മാത്രമല്ല ചെയ്തത്, കൂടെ വസിച്ചു. ദൈവത്തിൻ്റെ കൂടെ അവർ വസിച്ചു. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ചവരെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഓരോ ബലിയർപ്പണത്തിലും ദൈവത്തെ കണ്ടുമുട്ടാനും, ആ ബലിയർപ്പണം കഴിഞ്ഞിട്ട്
ദൈവത്തിൻ്റെ കൂടെ വസിക്കാനും ഓരോ ക്രിസ്ത്യാനിക്കും സാധിക്കണം. ദൈവമക്കളുടെ വിളി അതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഇതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാര്യം. ശിഷ്യന്മാര്, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര്, അവരുടെ കൂടെ നടന്ന് അവരോട് സംസാരിച്ച ഉദ്ധിതനായ കർത്താവിനെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. ബൈബിൾ വായിക്കുമ്പോൾ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, ബലിയർപ്പിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തോടു കൂടിയാണോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്? ഇവരുടെ ഹൃദയം ജ്വലിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. മാത്രമല്ല അവര് യേശുവിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, നാഥ കൂടെ വസിച്ചാലും. ലേറ്റായി, ഇരുട്ടായി, അതുകൊണ്ട് കൂടെ വന്ന് ഞങ്ങളുടെ കൂടെ വസിച്ചാലും. ഇനി അങ്ങനെ ഒരു കാര്യത്തിന് ക്ഷണിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത് നമുക്കറിയാം. അവൻ ചെന്ന് അവരുടെ കൂടെ വസിച്ചു. ആ സമയത്ത് അവൻ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്രകാരമൊക്കെ നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും വരത്തില്ല. 1 സാമുവേൽ 18:14 നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കണ്ടതുപോലെ ദൈവം ദാവീദിൻ്റെ കൂടെ പോയി. അവൻ പോയിടത്തെല്ലാം ദൈവം അവൻ്റെ കൂടെ പോയി അവൻ്റെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിച്ചു. ദൈവം കൂടെയുള്ളവരൊരിക്കലും പരാജയം രുചിക്കേണ്ടി വരില്ല എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.